ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനം സ്ലോ മൂവിങ് ട്രാഫിക്കിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് എക്സാമ്പിൾ ഇപ്പോൾ പറയാനാണെന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് കൊച്ചി തന്നെ ഞാൻ എക്സാമ്പിൾ പറയാം. നമ്മൾ കൊച്ചി കൂടെയൊക്കെ പോകുന്ന സമയത്ത്, എറണാകുളം പോകുന്ന സമയത്ത് അത്യാവശ്യം നമുക്കറിയാം അവിടുത്തെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതായത് വർക്കിംഗ് ഡേയ്സിലുള്ള കാര്യമാണ് പറയുന്നത്, ഹോളിഡേയ്സ് അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കൂടുതലും, അല്ലെങ്കിൽ ഞാൻ പൊതുവേ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, പലരും ആക്സിലേറ്ററും ക്ലച്ച് ആക്സിലേറ്റർ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് കൂടുതലും ഫസ്റ്റും സെക്കൻഡിൽ തന്നെ ആയിരിക്കും പോകുന്നത്, കാരണം അതുപോലെ ബ്ലോക്കാണ്. കൂടുതലും ഫസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഫസ്റ്റിൽ തന്നെ നമ്മൾ കൂടുതൽ നേരം ആക്സിലേറ്റർ കൊടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ചിന് തേയ്മാനം കൂടത്തില്ല എന്ന് പലർക്കും സംശയമുണ്ട്. അതായത് ക്ലച്ചെ തന്നെ താങ്ങി നമ്മുടെ വാഹനം ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മുടെ ക്ലച്ച് അപ്ലൈ ചെയ്ത് ക്ലച്ചിൻ്റെ ലൈഫ് കുറയത്തില്ലേ എന്ന് പലർക്കും ഈ ഒരു സംശയം വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അവിടുത്തെ ട്രാഫിക് ഏതായാലും മാറ്റാൻ പറ്റത്തില്ല, വേറെ റോഡും കാണത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഓടിക്കുന്ന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മാത്രം മതി. അതായത് ഞാൻ ചെയ്തിട്ടുള്ളൊരു തെറ്റ് ഇനിയിപ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ വാഹനം ഒരു ട്രാഫിക്കിലേക്ക് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പതുക്കെ സ്ലോ മൂവിങ് ട്രാഫിക് ആണെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്ത് ആക്സിലേറ്റർ കൊടുത്താണ് നമ്മൾ വാഹനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലെടുക്കും, ആക്സിലേറ്റർ കൊടുക്കും, പിന്നെ ക്ലച്ച് ചവിട്ടും, പിന്നെ എടുക്കും, കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇനിയെങ്കിലും എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലച്ചിൽ നിന്ന് മാത്രം പതുക്കെ ഒന്ന് കാലിങ് എടുക്കുക. അതായത് ക്ലച്ച് പതുക്കെ ഒന്ന് എൻഗേജ് ചെയ്യിക്കുക, ആക്സിലേറ്റർ കൊടുക്കണ്ട. വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലെവൽ റോഡിൽ കയറ്റമോ ഇറക്കമോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സ്ലോ മൂവിങ്, കയറ്റം ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ട്രാഫിക്കിൽ ആക്സിലേറ്റർ കൊടുക്കാതെ പതുക്കെ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വാഹനം തന്നെ ഫ്രണ്ടിലോട്ട് റോള് ചെയ്യാനുള്ള ടെൻഡൻസി വരും. ഫസ്റ്റ് ഗിയറിലുള്ള കേസാണ് ഞാൻ പറയുന്നത്, സെക്കൻഡ് അല്ല, ഫസ്റ്റ് ഗിയറിൽ മാത്രം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലച്ച് സ്ലിപ്പേജ് കുറയും, 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. പക്ഷേ അപ്പോൾ അന്നേരം എന്തുകൊണ്ടാണ് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ തേയ്മാനം വരാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ളൊരു കാര്യം അതും കൂടി ഞാൻ പറഞ്ഞുതരാം. ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുറച്ചുകൂടെ സ്പീഡ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ്. അങ്ങനെ സ്പീഡ് കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ പതുക്കെ ക്ലച്ച് നമ്മൾ എൻഗേജ് ചെയ്യിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു തേയ്മാനം കൂടി, അല്ലെങ്കിൽ ചെറിയ രീതിക്ക്, അത് നമ്മൾ ഈ പറയുന്ന പോലെയല്ല, ചെറിയൊരു രീതിക്കുള്ളൊരു തേയ്മാനം കൂടി അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് പതുക്കെ ക്ലച്ച് എന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടുണ്ട് ഗുണം. അതായത് ഒന്നാമത്തെ കാര്യം, നമുക്ക് ഫ്യൂൽ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. ഞാൻ എപ്പോഴും പറയുന്ന ഫ്യൂൽ എഫിഷ്യൻസിനെ കുറിച്ചാണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് ചിരിച്ചത്. ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് 100% അവിടെ കൂടുതൽ കിട്ടും. കാരണം ആക്സിലേറ്റർ കൊടുത്താലാണ് കുറേ കൂടെ ഫ്യൂൽ കത്താനുള്ള ചാൻസസ് കൂടുന്നത്. അവിടെ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് എടുത്ത് കഴിഞ്ഞ് ആക്സിലേറ്റർ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. രണ്ടാമത്തെ കാര്യം, ക്ലച്ചിന് ലൈഫ് കൂടുതൽ കിട്ടും. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ട്രാഫിക്കൊക്കെ വരുന്ന സമയത്ത്, സ്ലോ മൂവിങ് ട്രാഫിക് വരുന്ന സമയത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത് ബെനിഫിറ്റ് ആണോ ഇല്ലേ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻസിൽ കൊടുക്കുക.